ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് ചീരയുടെ തോരൻ തയ്യാറാക്കാം. ഇവിടെ പച്ച ചീര വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ചുവന്ന ചീരയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂറോളം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അതിനുശേഷം കഴുകിയെടുത്ത ചീരയാണിത്. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ചീരയുടെ തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10ഓളം ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ സവാളയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് വെന്താൽ മതി. അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് എളുപ്പത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചീരത്തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മുടിക്കും കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.